Hello everyone, good morning and Assalamu alaikum. This is your Max class and it's me, your Max teacher. How are you all? Hope all are doing well. Let's start our Max class. Come on. We have been learning the chapter circles, right? Today we are going to learn a new topic in that chapter, equal chords. What do you mean by equal chords? The chords which are same length, right? Yes. ഒരേ അളവിലുള്ള രണ്ട് കോഡ്സിനെയാണ് ഈക്വൽ കോഡ്സ് എന്ന് പറയാം. ഇനി അതിനകത്തൊരു തിയറം ഉണ്ടല്ലോ. തിയറം ഉണ്ട്. എന്താണ്? The chords at the same distance from the center are of the same length. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? എങ്ങനെയാണ് ഈ സെയിം കോഡ്സ് മനസ്സിലാക്കുക? ഇതിപ്പോൾ എ ബി ആൻഡ് സി ഡി എന്ന് പറയുന്ന രണ്ട് കോഡ്സ് ആണെന്ന് വിചാരിക്കുക. എ ബി ഈക്വൽ ടു സി ഡി ആണെന്ന് എങ്ങനെ കണ്ടുപിടിക്കുക? സെൻറ്ററിൽ നിന്നും സെയിം ഡിസ്റ്റൻസിലാണ് ഇവയെങ്കിൽ എ ബി ഈക്വൽ ടു സി ഡി എന്നാണ് ഈ തിയറം പറയുന്നത്. ഓക്കെ, ഡു യു ഗെറ്റ് മീ? ഓക്കെ, അതായത് ഇപ്പോൾ ഇത് എ ബി എന്ന് പറയുന്ന ഒരു കോഡാണ് അല്ലേ. ഇത് എത്രയോ സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ എത്രയോ അതിൻ്റെ മെഷർമെൻ്റ് ആണ്. ഇതിൻ്റെ സെയിം അളവായിട്ട് ഇവിടെ നിന്നും സെൻറ്ററിൽ നിന്നും ഇത് 2 യൂണിറ്റ് ഡിസ്റ്റൻസിലാണെന്ന് വിചാരിക്കുക. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് 2 യൂണിറ്റ് ആണെന്ന് വിചാരിക്കുക. എ ബിയുടെ അതേ ലെങ്ത്തുള്ള ഇവിടെ ഞാനൊരു സി ഡി വരച്ചു അല്ലേ. അപ്പോൾ ഇത് 2 യൂണിറ്റ് ഡിസ്റ്റൻസിലാണെങ്കിൽ എ ബി ഈക്വൽ ടു സി ഡി ആയിരിക്കും. അതേപോലെ തന്നെ ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് 2 യൂണിറ്റ് ഉള്ള ഏതൊരു കോഡും ഏതിന് തുല്യമായിരിക്കും? ഈ എ ബി എന്ന കോഡിന് തുല്യമായിരിക്കും. മനസ്സിലായോ? അപ്പോൾ എന്താണ് ഈ തിയറത്തിൻ്റെ അർത്ഥം? കോഡ്സ് അറ്റ് ദ സെയിം ഡിസ്റ്റൻസ് ഫ്രം ദ സെൻറ്റർ ആർ ഓഫ് സെയിം ലെങ്ത്. അപ്പോൾ ഒരേ ലെങ്ത്തുള്ള കോഡ്സ് എല്ലാം സെൻറ്ററിൽ നിന്നും സെയിം പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിലായിരിക്കും. ഡു യു അണ്ടർസ്റ്റാൻഡ്? ഓക്കെ, ലെറ്റ്സ് ഡു സം പ്രോബ്ലംസ് റിലേറ്റഡ് ടു ദിസ് ടോപ്പിക്. അപ്പോൾ ഈക്വൽ കോഡ്സ് എന്ന് പറഞ്ഞൊരു ഹെഡിങ് എഴുതുക, അതിനുശേഷം ഈ തിയറം എഴുതി ബോക്സിൽ എഴുതി വയ്ക്കാൻ നോട്ടുള്ള കോഡ്സ് അറ്റ് ദ സെയിം ഡിസ്റ്റൻസ് ഫ്രം ദ സെൻറ്റർ ആർ ഓഫ് സെയിം ലെങ്ത്. Take page number 72 and we are going to solve the first problem. Prove that chords of same length in the circle are the same distance from the center. അതായത് നമ്മളിപ്പോൾ പഠിച്ച തിയറം തന്നെ പ്രൂവ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഫിഗർ എന്ന് വിചാരിക്കുക. എന്താണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്? രണ്ട് സെയിം ലെങ്ത്തുള്ള കോഡ്സ് സെയിം ഡിസ്റ്റൻസിലാണെന്ന് പ്രൂവ് ചെയ്യണം. അതായത് എ ബി എന്നൊരു കോഡും സി ഡി എന്ന കോഡും എ ബി ഈക്വൽ ടു സി ഡി ആണെങ്കിൽ വി വാണ്ട് ടു പ്രൂവ് ദാറ്റ് ഒ എം ഇസ് ഈക്വൽ ടു ഒ എൻ, which are OM and ON are the perpendicular distance from the center. Understand? If AB and CD are equal, then we want to prove that OM is equal to ON. Okay, let's consider AB equal to CD ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. രണ്ട് ഈക്വൽ കോഡ്സ് ആണ് തന്നിട്ടുണ്ട്. ദെൻ നമ്മൾ എന്ത് ചെയ്തു? സെൻറ്ററിൽ നിന്നും പെർപെൻഡിക്കുലർ വരയ്ക്കുകയാണ്. പെർപെൻഡിക്കുലർ വരച്ചു ഈ കോഡ്സിലോട്ട്. ദാറ്റ് ഈസ് ഒ എന്നാണ് സെൻറ്ററിന് മാർക്ക് ചെയ്തത്. പെർപെൻഡിക്കുലർ വന്ന് ടച്ച് ചെയ്യുന്നത് എം എന്ന് മാർക്ക് ചെയ്തു. ഇവിടെ വന്ന് ടച്ച് ചെയ്യുന്നത് എൻ എന്ന് മാർക്ക് ചെയ്തു. സോ വി ഗെറ്റ് ടു പെർപെൻഡിക്കുലർ ടു ദ കോഡ്സ് ഒ എം ആൻഡ് ഒ എൻ. ഓക്കെ, ഡ്രോ ഒ എ ആൻഡ് ഒ സി. ഇനി നമ്മൾ അടുത്ത എന്താ വരയ്ക്കേണ്ടത്? ഒ എ ആൻഡ് ഒ സി. ഈ ഒ എയും ഒ സിയും എന്തോ പ്രത്യേകത ഉണ്ടല്ലോ. എന്താണത്? സർക്കിളിൻ്റെ റേഡിയസ് ആണ് അല്ലേ. ഇതാണ് സർക്കിളിൻ്റെ റേഡിയസ്. ഓൾ റേഡിയസ് ആർ ഈക്വൽ, റൈറ്റ്? വി നോ ദാറ്റ്. അപ്പോൾ ഒ എ ആൻഡ് ഒ സി ഞാൻ വരച്ചു. ഇപ്പം നമുക്ക് രണ്ട് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസ് കാണാൻ പറ്റുന്നില്ലേ? യെസ്. ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ട് സെൻറ്ററിൽ നിന്നും ഒരു കോഡിലോട്ട് ഒരു പെർപെൻഡിക്കുലർ വരച്ച് കഴിഞ്ഞാൽ ആ പെർപെൻഡിക്കുലർ കോഡിനെ എന്ത് ചെയ്യും? ബൈസെക്റ്റ് ചെയ്യും അല്ലേ. പെർപെൻഡിക്കുലർ ഫ്രം ദ സെൻറ്റർ ടു എ കോഡ് ബൈസെക്ട്സ് ദ കോഡ്. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ
OM perpendicular to AB. So AM is equal to half AB. ഈ AM എന്ന് പറയുന്നത് ABയുടെ പകുതിയായിരിക്കും അല്ലേ? AM എന്ന് പറയുന്നത് ABയുടെ പകുതിയായിരിക്കും. അത് നമ്മളവിടെ എഴുതി. ഇനി അതേപോലെ തന്നെ ONും പെർപെൻഡിക്കുലർ ആണ് അല്ലേ? CDക്ക് പെർപെൻഡിക്കുലർ ആണ്. സോ CN എന്ന് പറയുന്നത് ഹാഫ് CD ആയിരിക്കും. CN എന്ന് പറയുന്നത് ഹാഫ് CD ആയിരിക്കും. ഇനി രണ്ട് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക. ഈ രണ്ട് ട്രയാങ്കിൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ട്രയാങ്കിൾ AOM എന്ന ട്രയാങ്കിളും ട്രയാങ്കിൾ CON എന്ന ട്രയാങ്കിളും കൺസിഡർ ചെയ്തു. സോ നമ്മൾ ഈ രണ്ട് ട്രയാങ്കിളും കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ AM is equal to CN എന്ന് കിട്ടും. എങ്ങനെയാണത്? AM എന്ന് പറയുന്നത് ABയുടെ ഹാഫാണ് അല്ലേ? CN എന്ന് പറയുന്നത് CDയുടെ ഹാഫാണ് അല്ലേ? പക്ഷെ നമുക്ക് ഓൾറെഡി ഫസ്റ്റ് എന്തറിയാം? AB ഈക്വൽ ടു CD ആണെന്നറിയാം. അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആണെന്ന് നമുക്കറിയാം അല്ലേ? അപ്പോൾ ഇതിൻ്റെ പകുതിയും ഈക്വൽ ആയിരിക്കില്ലേ? അതെ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തത്? AM ഈക്വൽ ടു CN എഴുതി. ഇനി OA ഈക്വൽ ടു OC. OAയും OC എന്താണ്? ഒരു സർക്കിളിലെ സെയിം റേഡിയസ് ആണ് അല്ലേ? സെയിം സർക്കിളിൻ്റെ റേഡിയസുകളാണ്. അപ്പോൾ അതും ഈക്വൽ ആയിരിക്കും. OA ഈക്വൽ ടു OC. ദെൻ ആംഗിൾ OMA, അതായത് ഈ ആംഗിൾ 90 ഡിഗ്രി അല്ലേ? ആംഗിൾ ONC ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി. അപ്പോൾ രണ്ട് സൈഡും ഒരു ആംഗിളും ഈക്വലായ സ്ഥിതിക്ക് ഈ രണ്ട് ട്രയാങ്കിൾസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും ബൈ SAS തിയറം. സോ OM is equal to ON. അപ്പോൾ അതിൻ്റെ തേർഡ് സൈഡും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. രണ്ട് സൈഡും ഒരു ആംഗിളും ഈക്വൽ ആയ സ്ഥിതിക്ക് അതിൻ്റെ തേർഡ് സൈഡും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ദാറ്റ് ഈസ് OM is equal to ON. Hence the proof. We are moving to the second problem. Two chords intersect at a point on a circle, and the diameter through this point bisects the angle between the chords. Prove that the chords have same length. അപ്പോൾ നമ്മൾ ഇപ്പോൾ തൊട്ട് മുന്നേ ചെയ്ത ക്വസ്റ്റ്യൻ പോലെ തന്നെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. എന്താണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്? ടു കോഡ്സ് ഇൻ്റർസെക്റ്റ് അറ്റ് എ പോയിന്റ്. അപ്പോൾ രണ്ട് കോഡ്സ് ഒരു പോയിന്റിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത്. ഇവിടെ നോക്കൂ, AD എന്ന കോഡും AC എന്ന കോഡും എയിൽ ഇൻ്റർസെക്റ്റ് ചെയ്തു അല്ലേ? ഇനി എന്താണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്? ഡയമീറ്റർ ടു ദിസ് പോയിന്റ് ബൈസെക്ട്സ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ കോഡ്സ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ ഡയമീറ്റർ പോകുന്നുണ്ട്. ഡയമീറ്റർ എന്ത് ചെയ്യുന്നു? ഈ രണ്ട് കോഡ്സിൻ്റെ ഇടയിലുള്ള ആംഗിൾസിനെ ബൈസെക്റ്റ് ചെയ്യുന്നു. അത് ഈക്വൽ ആയിട്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അതായത് ഈ ആംഗിളും ഈക്വൽ ആണെന്നാണ് പറയണത്. അങ്ങനെയാണെങ്കിൽ പ്രൂവ് ദാറ്റ് ദ കോഡ്സ് ആവ് സെയിം ലെങ്ത്. അങ്ങനെയാണെങ്കിൽ AC is equal to AD എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ അത് ഹോംവർക്കായിട്ട് എല്ലാവരും ചെയ്യാം കേട്ടോ. വളരെ എളുപ്പമാണ്. ഈ രണ്ട് ആംഗിളും ഈക്വൽ ആണ്. ദെൻ ഈ രണ്ട് ആംഗിളും 90 ഡിഗ്രി ആണ്. പിന്നെ നമ്മൾ നേരത്തെ പഠിച്ച തിയറം വെച്ചെല്ലാം അപ്ലൈ ചെയ്തിട്ട് ഹോംവർക്ക് ചെയ്യാം. ഓക്കെ, വി ആർ മൂവിങ് ടു ദി തേർഡ് പ്രോബ്ലം. എന്താണ് തേർഡ് പ്രോബ്ലം? ഇൻ ദ പിക്ചർ ഓൺ ദ റൈറ്റ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ റേഡിയൈ ആൻഡ് ദ കോഡ്സ് ആർ ഈക്വൽ. പ്രൂവ് ദാറ്റ് ദ കോഡ്സ് ആർ ഓഫ് സെയിം ലെങ്ത്. അപ്പോൾ റേഡിയസും കോഡ്സും തമ്മിലുള്ള ഒരു ആംഗിൾസ് ഈക്വൽ ആണെന്ന് പറയാം. അപ്പോൾ ഈ രണ്ട് ആംഗിൾസ് ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് കോഡ്സും ഈക്വൽ ലെങ്ത് ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. ലെറ്റ് us see. ഇതാണ് ആ തന്നിരിക്കുന്ന പിക്ചർ എന്ന് വിചാരിക്കാം. അപ്പോൾ എന്തൊക്കെയാണ് ആ പിക്ചറിൽ തന്നിട്ടുള്ളത്? ഈ ആംഗിളും ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ABയും CDയും ഈക്വൽ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം അല്ലേ? ആംഗിൾ OCDയും ആംഗിൾ OABയും ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ AB ഈക്വൽ ടു CD എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. സോ നമ്മൾ ആദ്യം തന്നത് എടുത്ത് എഴുതി. ആംഗിൾ OAB ഇസ് ഈക്വൽ ടു ആംഗിൾ OCD. ഇറ്റ്സ് ഗിവൺ ഇൻ എ ട്രയാങ്കിൾ OAB. ഈ ഒരു ട്രയാങ്കിളിൽ OAയും OBയും ഈക്വൽ അല്ലേ? റേഡിയസ് അല്ലേ? ഇത് രണ്ടും റേഡിയസ് ആണ്. അപ്പോൾ അത് ഈക്വൽ ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ആ ട്രയാങ്കിൾ എന്ത് ട്രയാങ്കിളായി മാറി? ഐസോസിലസ് ട്രയാങ്കിളായി മാറി. OAB എന്ന ട്രയാങ്കിൾ എന്ത് ട്രയാങ്കിളായി മാറി?
ഐസോസിലസ് ട്രയാങ്കിളായി മാറി. ഐസോസിലസ് ട്രയാങ്കിളിൻ്റെ പ്രത്യേകത എന്താണ്? ബേസ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും അല്ലേ? അപ്പോൾ ആംഗിൾ ഒ എ ബി ഈസ് ഈക്വൽ ടു ആംഗിൾ ഒ ബി എ. ഒ എ ബിയും ഒ ബി എയും ഈക്വലായി. അങ്ങനെയാണെങ്കിൽ ഈ തേർഡ് ആംഗിൾ എന്തായിരിക്കും? 3 ആംഗിളുടെ സം എത്രയാണ്? 180 ആണ് അല്ലേ? തേർഡ് ആംഗിൾ എന്ന് പറയുന്നത് 180ന്ന് ഈ 2 ആംഗിൾസ് മൈനസ് ചെയ്യുന്നതാണ്. 180 മൈനസ് ആംഗിൾ ഒ എ ബി പ്ലസ് ആംഗിൾ ഒ ബി എ. ഇത് രണ്ടും ഈക്വലായ സ്ഥിതിക്ക് ഒരു പേര് കൊടുത്താൽ പോരെ? ഒ എ ബിന്ന് രണ്ടിനും പേര് കൊടുത്തപ്പോൾ സോ 2 ഒ എ ബി. 180 മൈനസ് 2 ഒ എ ബി എന്ന് കൊടുത്തു. എന്തിന്? ആംഗിൾ ഈ ഒരു ആംഗിളിന് എ ഒ ബി എന്ന ആംഗിളിന് 180 മൈനസ് 2 ആംഗിൾ ഒ എ ബി എന്ന് കൊടുത്തു. അത് നമുക്ക് 2 ആയിട്ടിടാം. ഓക്കെ. ഇനി വേറെ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യണമെങ്കിലോ? ട്രയാങ്കിൾ സി ഒ ഡി എന്ന ട്രയാങ്കിൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ ഒ സിയും ഒ ഡിയും ഈക്വൽ ആയിരിക്കും. എന്തുകൊണ്ടാണ്? റേഡിയസ് ആണ് അല്ലേ? അപ്പോൾ ഇതൊരു ഐസോസിലസ് ട്രയാങ്കിളായി മാറി. സോ ബേസ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. സോ ആംഗിൾ ഒ സി ഡി ഈസ് ഈക്വൽ ടു ആംഗിൾ ഒ ഡി സി ആയിരിക്കും. അപ്പോൾ ഈ തേർഡ് ആംഗിൾ കാണുമ്പോൾ ആംഗിൾ സി ഒ ഡി കാണുമ്പോൾ ആംഗിൾ സി ഒ ഡി ഈസ് ഈക്വൽ ടു 180 മൈനസ് 2 ആംഗിൾ ഒ സി ഡി എന്ന് എഴുതി. ഇനി നമ്മൾ ഫസ്റ്റ് തന്നെ തന്നിട്ടുണ്ട് ആംഗിൾ ഒ സി ഡി എന്ന് പറയുന്നത് ആംഗിൾ ഒ എ ബി ആണ്, അല്ലെങ്കിൽ ആംഗിൾ ഒ എ ബി എന്ന് പറയുന്നത് ആംഗിൾ ഒ സി ഡി ആണ്. അപ്പോൾ ഞാനിവിടെ ഒ സി ഡിക്ക് പകരം ഞാൻ എന്ത് എഴുതി? ഒ എ ബി എന്ന് തന്നെ എഴുതി. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടി ആംഗിൾ എ ഒ ബി ഈസ് ഈക്വൽ ടു 180 മൈനസ് 2 ആംഗിൾ ഒ എ ബി എന്ന് കിട്ടി. അതേപോലെ തന്നെ ആംഗിൾ സി ഒ ഡി എന്ന് പറയുന്നതും എന്ത് കിട്ടി? 180 മൈനസ് 2 ആംഗിൾ ഒ എ ബി എന്ന് കിട്ടി. കണ്ടോ? അപ്പോൾ ഈ ആംഗിളും സെയിം ആയില്ലേ? സോ ആംഗിൾ എ ഒ ബി ഈസ് ഈക്വൽ ടു ആംഗിൾ സി ഒ ഡി. ആംഗിൾ എ ഒ ബിയും ആംഗിൾ സി ഒ ഡിയും ഈക്വൽ ആയി അല്ലേ? അപ്പോൾ ആംഗിൾ ഒ എ ബി ഈസ് ഈക്വൽ ടു ഒ സി ഡി എന്ന് ഓൾറെഡി തന്നിട്ടുണ്ട്. ഈ ആംഗിളും ഈക്വലായി, ഈ ആംഗിളും ഈക്വലായി. പിന്നെ ഒ എ ഈസ് ഈക്വൽ ടു ഒ സി. ഒ എയും ഒ സിയും ഈക്വൽ ആണെന്ന് നമുക്കറിയാം, റേഡിയസ് ആണ്. അപ്പോൾ ഈ 2 ട്രയാങ്കിൾസ് ഈക്വൽ ആയില്ലേ? ട്രയാങ്കിൾസ് ഈക്വൽ ആയ സ്ഥിതിക്ക് മൂന്നാമത്തെ സൈഡും ഈക്വൽ ആയിരിക്കും. അതെങ്ങനെയാണ്? എ ബി ഈസ് ഈക്വൽ ടു സി ഡി. ഹെൻസ് ദ പ്രൂഫ്. അപ്പോൾ 2 കോഡ്സും ഈക്വൽ ലെങ്ത് ആയി. എ ബി ഈസ് ഈക്വൽ ടു സി ഡി എന്ന് നമുക്ക് കിട്ടി. ഇനി നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് കിടക്കാം. എന്താണ് നെക്സ്റ്റ് ടോപ്പിക്? ലെങ്ത് ഓഫ് ദ കോഡ്സ് എന്നാണ് നെക്സ്റ്റ് ടോപ്പിക് അല്ലേ? ഇനി കോഡുകളുടെ അളവുകളെ കുറിച്ചുള്ള പഠനമാണ് ഇതിനകത്ത്. We have seen that the length of a chord is determined by the distance from the center. അപ്പോൾ നമ്മൾ കണ്ടു അല്ലേ, സെൻറ്ററിൽ നിന്നും ഈക്വൽ ഡിസ്റ്റൻസ് ഉള്ള കോഡ്സ് എല്ലാം ഈക്വൽ ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ സെൻറ്ററിൽ നിന്നൊരു ഡിസ്റ്റൻസും കോഡിൻ്റെ ലെങ്ത്തും തമ്മിൽ നല്ലൊരു ബന്ധമുണ്ടെന്ന് നമുക്ക് മനസ്സിലായി അല്ലേ? അപ്പോൾ ഇതിലൊരു തിയറം പറഞ്ഞിട്ടുണ്ട്. ഇൻ എ സർക്കിൾ ദ സ്ക്വയർ ഓഫ് ഹാഫ് ഓഫ് ദ chord is the difference of the squares of radius and the perpendicular from the center to the chord. സിമ്പിൾ ആണ്. എന്താണ്? റൈറ്റ് ആംഗിൾ ട്രയാങ്കിളുടെ പൈത്തഗോറസ് തിയറം ഇവിടെ അപ്ലൈ ചെയ്തു എന്നുള്ളൂ. നമ്മൾ ഇതൊരു കോഡാണെങ്കിൽ എ ബി എന്നൊരു കോഡാണത് അല്ലേ? ഇത് സെൻറ്റർ ഒ എന്ന് വിചാരിക്കാം. അപ്പോൾ ഇവിടുന്ന് നമ്മൾ വരയ്ക്കുന്നത് എന്തായിരിക്കും? പെർപെൻഡിക്കുലർ ആയിരിക്കും അല്ലേ? പെർപെൻഡിക്കുലർ സെൻറ്ററിൽ നിന്നും കോഡിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സെൻറ്ററിൽ നിന്നും കോഡിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരച്ച് കഴിഞ്ഞാൽ ആ കോഡിനെ എന്ത് ചെയ്തു? ബൈസെക്റ്റ് ചെയ്യും അല്ലേ? അതായത് ഇവിടെ ടോട്ടൽ കോഡിൻ്റെ ലെങ്ത് 2 ആണെങ്കിൽ ഇവിടെ 2 ആയി മാറ്റും. ശരിയല്ലേ? അപ്പോൾ ഈ ഒരു പെർപെൻഡിക്കുലർ വരച്ച് കഴിയുമ്പോൾ എ ബി സി ഡി എന്ന് കൊടുത്തു എന്ന് വിചാരിക്കും. അപ്പോൾ ട്രയാങ്കിൾ എ ബി സി എന്ത് ട്രയാങ്കിളായി മാറി? റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളായി മാറി അല്ലേ? ആംഗിൾ ബി 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് ആയിരിക്കും എന്ത്? ഹൈപ്പോട്ടിന്യൂസ്. അപ്പോൾ എ സി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ ബി സ്ക്വയർ പ്ലസ് സി ബി സ്ക്വയർ എന്നായിരിക്കും. ശരിയല്ലേ? അതേപോലെ തന്നെ ഈ തിയറം എന്താ പറയുന്നത് വെച്ചാൽ കോഡിൻ്റെ പകുതി, അതായത് എ ബി എന്ന കോഡാണെങ്കിൽ സി എന്ന് പേര് കൊടുക്കാം സെൻറ്ററിന്.
എ ബി എന്ന കോഡാണെങ്കിൽ എ ബിയുടെ ഹാഫ് എത്രയായിരിക്കും? എ സി ആയിരിക്കും അല്ലേ? എ സിയുടെ സ്ക്വയർ എന്ന് പറയുന്നത് റേഡിയസിൻ്റെ സ്ക്വയറും പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിൻ്റെ സ്ക്വയറിൻ്റെയും ഡിഫറൻസ് ആയിരിക്കും. അതായത് എ സി സ്ക്വയർ ഈസ് ഈക്വൽ ടു ഒ എ സ്ക്വയർ മൈനസ് ഒ സി സ്ക്വയർ. ഇത് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ബേസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഇസ് ഈക്വൽ ബേസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. പൈത്തഗോറസ് തിയറം. അത്രേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. സോ 73 പേജ് നമ്പർ 73 ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, പ്രോബ്ലം ചെയ്യുന്നതിന് മുമ്പ് ലെങ്ത് ഓഫ് ദ കോഡ് എന്ന ടോപ്പിക് എഴുതിയതിന് ശേഷം ഈ ഒരു തിയറം നോട്ടിലേക്ക് കോപ്പി ചെയ്ത് ബോക്സിലാക്കി വെക്കണം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് വായിച്ച് നോക്കും, വായിച്ച് ബൈ ഹാർട്ട് ചെയ്യുകയും ചെയ്യണം. ഓക്കെ, മൂവിങ് ടു ദി പ്രോബ്ലം ഇൻ പേജ് നമ്പർ 73. ഫസ്റ്റ് പ്രോബ്ലം. In a circle, a chord 1 centimeter away from the center is 6 centimeter long. What is the length of a chord 2 centimeters away from the center? അതായത് ഒരു 6 സെൻറ്റിമീറ്റർ ഉള്ള കോഡ് ഉണ്ട്. അത് എത്ര ദൂരത്തിൽ, സെൻറ്ററിൽ നിന്നും എത്ര ദൂരത്തിലാണ്? 1 centimeter away from the center. 1 സെൻറ്റിമീറ്ററാണ് സെൻട്രലിൽ നിന്നുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അങ്ങനെയാണെങ്കിൽ 2 സെൻറ്റിമീറ്റർ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, സെൻട്രലിൽ നിന്നും പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഉള്ള കോഡിൻ്റെ ലെങ്ത് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, ലെറ്റ്സ് ഫൈൻഡ് ഔട്ട്. അപ്പോൾ ഇങ്ങനെയാണ് പിക്ചർ വരിക. ഇങ്ങനെയാണ് പിക്ചർ വരികയെങ്കിൽ എന്ത് തന്നിട്ടുണ്ട്? എ ബി എന്നൊരു കോഡാണ് ഫസ്റ്റ് തന്നിരിക്കുന്നത് വിചാരിക്കുക. എ ബി എന്നൊരു കോഡ് 6 സെൻറ്റിമീറ്റർ ലെങ്ത് ആണ് അല്ലേ? 6 സെൻറ്റിമീറ്റർ ലെങ്ത്ത് സെൻറ്ററിൽ നിന്നും 1 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിലാണ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ 2 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിലുള്ള ഈ സി ഡി എന്ന കോഡിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കണം അല്ലേ? സി ഡി എന്ന കോഡിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ തൊട്ട് മുന്നേ പഠിച്ച തിയറം വെച്ചിട്ട് ഈ എ ബിൻ്റെ ലെങ്ത്ത് 6 ആണ്. അപ്പോൾ ഈ പെർപെൻഡിക്കുലർ എന്ത് ചെയ്യും? എ ബിനെ ബൈസെക്റ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ 3 ഇവിടെ 3 ആവും അല്ലേ? ഇവിടെ 3യും ഇവിടെ 1 എന്ന് കിട്ടി. അപ്പോൾ ഒ എ കണ്ടുപിടിച്ചൂടെ? ഒ എ കണ്ടുപിടിക്കാം. വാട്ട് ഇസ് ഒ എ? ഒ എ ഈസ് ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. അതായത് OA square is equal to OP square plus AP square, that is 1 square plus 3 square, that is 1 plus 9 is equal to 10. OA is equal to root 10. അപ്പോൾ റേഡിയസിൻ്റെ ലെങ്ത് കിട്ടി. നമുക്ക് എന്താ കിട്ടിയത്? root 10 എന്ന് കിട്ടി. സോ OA is equal to OC ആണെന്ന് നമുക്കറിയാം. റേഡിയസ് ആണല്ലേ? റേഡിയസ് എല്ലാം ഈക്വൽ ആണ്. സോ അപ്പോൾ ഇവിടെ root 10 എന്ന് കിട്ടി, ഇവിടെ 2 എന്നും കിട്ടി. അപ്പോൾ ക്യു സി കണ്ടുപിടിച്ചൂടെ? ക്യു സി കണ്ടുപിടിക്കാം. എന്താണ് ക്യു സി? ക്യു സി സ്ക്വയർ ഇസ് ഈക്വൽ ടു ഒ സി സ്ക്വയർ മൈനസ് ഒ ക്യു സ്ക്വയർ. ഒ സി സ്ക്വയർ മൈനസ് ഒ ക്യു സ്ക്വയർ. ഒ സി എന്താണ്? റേഡിയസ് എത്രയാണ്? root 10 സ്ക്വയർ, ദാറ്റ് ഈസ് 2. ഒ ക്യു 2 ആണ്. അപ്പോൾ root 10 ഹോൾ സ്ക്വയർ ആകുമ്പോൾ റൂട്ടും സ്ക്വയറും ക്യാൻസൽ ചെയ്തും 10. 10 മൈനസ് 4, ദാറ്റ് ഈസ് 6. ഇത് എത്രയാണ്? ഒ ക്യു സ്ക്വയർ ആണ് കേട്ടോ, 6. ഇനി ഒ ക്യു എന്ത് വരും? സോറി, സി ക്യു എന്ത് വരും? root 6 വരും. അപ്പോൾ സി ഡി എന്ത് വരും? root 6 പ്ലസ് root 6. രണ്ടല്ലേ? ഈ സി ഡി എന്ന് പറയണത് സി ക്യൂൻ്റെ ഡബിളാണ്, അല്ലെങ്കിൽ സി ക്യു എന്ന് പറയണത് സി ഡിയുടെ ഹാഫാണ്. സോ സി ഡി ഈസ് ഈക്വൽ ടു root 6 പ്ലസ് root 6, ദാറ്റ് ഈസ് 2 root 6. അപ്പോൾ ലെങ്ത് ഓഫ് ദ കോഡ് 2 സെൻറ്റിമീറ്റർ. Distance from the center is 2 root 6. 2 root 6 ആണ് കോഡിൻ്റെ ലെങ്ത്. Do you understand? Okay, this is today's class. See you in the next class. Do the homework which I have given and send me. Okay, thank you. See you in the next class. Till then, bye.